ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഷീജേട്ടനും അമ്മൂസും ഇല്ല കേട്ടോ ഇവിടെ. അമ്മു ആണെങ്കിൽ ഒരാഴ്ചത്തെ സ്കീയിങ്ങിന് വേണ്ടി പോയേക്കുവാണ്. ഒരു സ്കീ ക്യാമ്പ് ഉണ്ട് കേട്ടോ. അമ്മുവിന് ഈ ഒരാഴ്ച ഇവിടെ സ്കൂൾ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്കീ ക്ലബിൻ്റെ കൂടെ 1 വീക്ക് ഒരു ഇതിന് വേണ്ടി പോയേക്കുക, ക്യാമ്പിന്, സ്കീയുടെ ക്യാമ്പിന് വേണ്ടി പോയേക്കുക. അപ്പോൾ അമ്മു കഴിഞ്ഞ സാറ്റർഡേ പോയി. ഇനിയിപ്പോൾ ഈ ഫ്രൈഡേ അമ്മു എത്തും. ഷീജേട്ടനാണെങ്കിൽ ഗ്രീസിൽ പോയേക്കുവാണ് 1 വീക്ക്. അപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കണം. ഒറ്റയ്ക്കല്ല, പൂക്കിയുണ്ട് കൂട്ടിന്. പൂക്കിക്കാണെങ്കിൽ ഇപ്പോൾ അമ്മൂസ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്നോട് അത്ര വലിയ സ്നേഹമൊന്നുമുള്ള ആളല്ല പൂക്കി. ഇപ്പോൾ അമ്മൂസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഉണ്ടോ പൂക്കി? പൂക്കി ഭയങ്കര കൂട്ടാണ് ഇപ്പം എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ കടയിൽ പോകാനുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കടയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ ഒരാഴ്ച ഫുള്ളായിട്ടും മഴ തന്നെയാണ്. ഈ ആഴ്ചയില്ല, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ്. നല്ല മഴയാണ്, അതുകൊണ്ട് ഭയങ്കര തണുപ്പുമുണ്ട്. തണുപ്പ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് വരുമായിരുന്നു. പക്ഷെ മഴ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ പോകണം. ആകെ ഒരു ബോറടിയാണ് കേട്ടോ, ഒരു സുഖമില്ല. ആരും ഇല്ലാത്തത് കൊണ്ട്. എൻ്റെ ക്ലാസ് ആണെങ്കിൽ തീരുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ക്ലാസ് തീരുകയും ചെയ്തു. അന്ന് തന്നെയായിരുന്നു അമ്മുവിൻ്റെ ബർത്ത്ഡേയും. അപ്പോൾ കഴിഞ്ഞൊരാഴ്ച മൊത്തത്തിലൊരു തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് എക്സാം ഉണ്ടായി. ഞാൻ പോയ ക്ലാസ്സിൻ്റെ ഫ്രഞ്ച് ക്ലാസ്സിന് പോയിട്ടുണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അമ്മുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ തിരക്ക്, പിന്നെ ക്ലാസ്സിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടാ. എൻ്റെ ബുക്കി അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുള്ളൊരു ബിസി ആഴ്ചയായിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ച ആണെങ്കിൽ ഭയങ്കര ഒരു ബോറിങ് ആയിട്ടുള്ള ഒരാഴ്ചയാണ് കേട്ടോ. ഒരു സുഖമില്ല. ആകെ അവർ രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ, ബുധനാഴ്ചയാണെങ്കിൽ പള്ളിയിലൊക്കെ പോയി. നോമ്പ് തുടങ്ങുന്നത് പ്രമാണിച്ച് മറ്റേ കരിക്കുറി പെരുന്നാളാണല്ലോ. അപ്പോൾ ഇന്നലെ പള്ളിയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഇന്നലെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇന്നിപ്പോൾ വീണ്ടും ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് കേട്ടോ. നാളെ രണ്ടുപേരും എത്തും. വെള്ളിയാഴ്ച ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മൂസ് എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും ഷീച്ചേട്ടനും എത്തും. അപ്പോൾ നാളത്തെ അവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറടിച്ച് പോണേക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, ഒരാഴ്ച എനിക്ക് റെസ്റ്റ് ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ പോയി കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഞാനത് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുക. അപ്പോൾ അമ്മൂസ് പോണ സമയത്ത് എനിക്ക് കുറച്ചൊരു വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട്, അമ്മു ക്യാമ്പിന് പോകുന്നതിൻ്റെ ജസ്റ്റ് കുറച്ച് ക്ലിപ്പിങ്സേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അമ്മൂസ് എവിടെ പോവാ? സ്കീ ക്യാമ്പ്. അപ്പോൾ ഞാൻ ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോഴേ വരുള്ളൂ. അമ്മൂസ് സ്കീ ക്യാമ്പിന് വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ബാഗൊന്ന് കാണിച്ചിട്ട്. ബാഗ് അപ്പയാണ് തൂക്കിയിരിക്കണേ. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കുത്തി നടക്കാൻ വടിയൊക്കെ ഉണ്ട്. വയസ്സായി. സ്കീ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാനാണ് മടി. അപ്പോൾ ഇതാണ് കേട്ടോ അമ്മൂസ് പോകുന്ന ബസ്. അപ്പോൾ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ഇട്ടേക്കുന്നത് ഇവരുടെ കോച്ചാണ് കേട്ടോ. ഇവർ കൂടെ പോകുന്ന കോച്ചുമാരാണ്. പിന്നെ ഇതാണ് ഇവർ പോവാണ് ബസ്. അപ്പോൾ എല്ലാവരും കയറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ബാക്കിലാണ് അവരുടെ സ്കീയുടെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ടീച്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കീയിങ്ങിൻ്റെ. Il faut faire des virages.
അപ്പോൾ ഇവർ ചെന്ന ഒരാഴ്ച ഫുൾ അവിടെ സ്നോഫോളും ഭയങ്കര വിൻഡും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്ലൈമറ്റ് അത്ര ഒരു സൂപ്പർ ആയിരുന്നില്ല ഇവർ ചെന്ന സമയത്ത്. അപ്പോൾ അമ്മൂസും പറയണ്ടായി കാറ്റ് കാരണം ഇവർ വിചാരിക്കുന്ന ഡയറക്ഷനിലൊന്നും അവർക്ക് പോകാൻ പറ്റിയില്ല എന്ന്. പിന്നെ സ്കീയിങ് മാത്രമല്ല കേട്ടോ, അവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഐസ് റിങ്കിൽ അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഈ ക്യാമ്പിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. വേറെ ഇഞ്ചുറീസും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് തിരിച്ചെത്തണേന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഒരു കുട്ടി വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് നേരത്തെ തിരിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ വിട്ടു എന്ന് പറഞ്ഞു കേട്ടോ. വേറെ ആർക്കും ദൈവം സഹായിച്ച് വേറെ ആക്സിഡൻസോ വേറെ മേജർ പരുക്കുകളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് തന്നെ ഭയങ്കര, കാരണം സ്കീയിങ്ങിന് പോകുമ്പോൾ ഒരുപാട് ഇതുപോലെ ഇഞ്ചുറീസും ആക്സിഡൻസും ഒക്കെ ഒരുപാട് ഉണ്ടാവും സ്കീ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ, ഒരു ഇങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ തിരിച്ചു വരണേന്ന്. അങ്ങനെ അമ്മൂസ് പോയിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് ഷീച്ചേട്ടൻ പോയത് കേട്ടോ. മൺഡേ. അമ്മു സാറ്റർഡേ, ഷീച്ചേട്ടൻ മൺഡേ ആണ് പോയത്. അപ്പോൾ അമ്മു നമുക്ക് അവിടെ അവരിങ്ങനെ ഫോണൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വേറൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുറച്ച് വലിയൊരു കൊച്ചാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അമ്മൂസ് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ സെറ്റായിട്ട് പോണു. അപ്പോൾ ഫുഡാണ് പ്രശ്നം പറഞ്ഞത്. ഭയങ്കര പൊട്ട ഫുഡാകുമ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി. ബാക്കി സ്കീയിങ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് അത്ര സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ആണെങ്കിലും മെസ്സേജ് ചെയ്യണ്ടായിട്ട്. അപ്പോൾ മൊത്തം 38-40 കുട്ടികളും മൊത്തം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സും കുറേ പേരുണ്ട്. ഒരു ടീച്ചറുടെ കൂട്ടത്തിൽ 5 കുട്ടികൾ 6 കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ അപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് സംഭവമൊക്കെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫുഡ് മാത്രമാണ് ഒരു പ്രശ്നം പറഞ്ഞത്. ഒട്ടും സുഖമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ടായി. അപ്പോൾ ഇതിന് മുമ്പ് അമ്മ ഡിസംബറിൽ ഒരു 4 days ക്യാമ്പിന് പോയിട്ടുണ്ട്. അത് പക്ഷേ അവിടെ നിൽക്കണ്ടായിരുന്നു, രാവിലെ പോയിട്ട് വൈകിട്ട് എത്തുമായിരുന്നു. പക്ഷെ അതിനൊക്കെ നല്ല ഫുഡാണ് കിട്ടിയിട്ടുണ്ടായത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഇപ്രാവശ്യം പോയിട്ട് ആൾക്ക് ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും നാളെ എത്തും. വിളിച്ചിട്ട് ഫുഡിനാണൊരു സങ്കടം പറഞ്ഞത്, അമ്മ ഫുഡ് ഒട്ടും കൊള്ളൂല അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ ആൾ എന്താണെങ്കിലും എത്തും. സ്കീയിങ് ഒക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ലിഫ്റ്റിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈക്കിൾ റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് സൈക്കിളൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ താഴെ തന്നെ ഇങ്ങനെ ഒരു റൂമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 നിലയായിട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെയും വയ്ക്കാം, മുകളിലത്തെ നിലയിലും നമുക്ക് സൈക്കിൾ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ 2 തട്ടായിട്ട്. അപ്പോൾ ഞാനത് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണേ. മഴയാണ്. നല്ല മഴയില്ല, ചാറ്റലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഫ്രൈഡേ ആയിട്ടുണ്ട് കേട്ടോ. അമ്മൂസ് വരാറായിട്ടുണ്ട്. ഞാൻ അമ്മൂസിനെ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എത്തും. 3:15 ആകുമ്പോഴത്തേക്കും എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് സ്കീ ക്യാമ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനത് അമ്മൂസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാ പാരൻസൊക്കെ എത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതെ, നമ്മുടെ ക്യാമ്പൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. വടിയും കോലും, മുതുകത്ത് ബാഗുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഷൂവും ഹെൽമെറ്റും ബാഗും എല്ലാം എൻ്റെ പുറത്താണ്. ചുമയുണ്ട്, ചെറിയൊരു പനി പിടിച്ചു എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എനിക്ക് എരുവമ്പുളി ഉള്ളതാ എൻ്റെ അമ്മ. ബാഗ് ഒരുപ്പം
അവിടുത്തെ ബ്രെഡ് കല്ലായിരുന്നു. ഞാൻ ബ്രെഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തിന് എന്നെ കൊല്ലാനാ? ഈ ബ്രെഡ് കിട്ടാണ്ട് സങ്കടമായാലോ, ഒരാഴ്ച ബ്രെഡ് കഴിച്ചതല്ലേ. കൊള്ളൂല. ക്യാമ്പ് എങ്ങനെയുണ്ടായി? ക്യാമ്പ് കൊള്ളായിരുന്നു, പക്ഷെ ഞാൻ പോകുമ്പോ ഇച്ചിരി സാധനങ്ങൾ കൂടെ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ക്യാമ്പിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിതേ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അമ്മുനിപ്പോൾ അത്യാവശ്യം വേണ്ടത് എരിവും പുളിയുള്ള ഫുഡാണ്. ഓക്കെ, ഇവിടെ ഉണ്ട്. അമ്മൂസ് ഫുഡ് കഴിക്കുകയാണ് വന്നിട്ട്. എങ്ങനെയുണ്ട് അമ്മു? നമ്മുടെ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്യാമ്പിന് വിടാം. അപ്പോൾ ഫുഡിനൊക്കെ ഇങ്ങനെ ടേസ്റ്റ് കൂടും, വീട്ടിലത്തെ ഫുഡിന്. മീൻകറിയും ചോറും പാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ നമുക്കിനി? പറ്റൂല. പൂക്കിക്ക് ക്യാമ്പിന് പോണോ? പൂക്കി പോവല്ലേ പൂക്കി ചത്തു. അമ്മൂസിന്റെ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ എനിക്ക് കുറച്ച് ചോറും കറിയും തരുമോയെന്ന് വെച്ചിട്ടാണ് വന്നത്. അങ്ങനല്ല, എരിവും പുളിയുള്ള എന്തെങ്കിലും തരുമോയെന്ന് വെച്ചിട്ടാട്ടോ അമ്മൂസ് വന്നത്. അങ്ങനെ അമ്മൂസ് ഇവിടെ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. വന്നിട്ട് സമയം 3:45. 3:15 ആയപ്പോൾ ഒരു ബസ് എത്തി കേട്ടോ. നമ്മൾ 3:30 ആയപ്പോഴത്തേക്കും വീടെത്തി. അമ്മൂസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമ്പൊക്കെ അടിച്ചു പൊളിച്ചോ മുട്ട? ഇല്ലേ? എന്താണ്? പനി പിടിച്ച് കൊളായി. മെലിഞ്ഞ് ഒരാഴ്ച കൊണ്ട് അമ്മൂസ് മെലിഞ്ഞു കേട്ടാ. ഉടഞ്ഞ്. അതെ, ഇങ്ങനെ ഉടയാത്ത 73, അതും 73 സ്റ്റേഴ്സ് ഉണ്ട് നമ്മള് റൂമിലെത്തണമെങ്കിൽ. പിന്നെ റൂമിന്റെ അങ്ങോട്ട് എത്തണമെങ്കിൽ ബാക്കി ഒരു 20 ഉണ്ടാവും. എങ്ങനെ വരികത്ത? എല്ലാം 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ക്യാമ്പിന് പോയാലോ? പറ്റില്ല. അങ്ങനെ പോയ ഒരാള് തിരിച്ചെത്തി. ഇനി അടുത്ത ആള് രാത്രിയാവും എത്താൻ. അപ്പം ഇന്ന് വരും. അപ്പം ഇന്ന് വരും. അപ്പോൾ 2 പേരും ഒരാഴ്ചത്തെ എല്ലാ പരിപാടികൾക്കും ശേഷം തിരിച്ചെത്തുന്ന ദിവസമാണ് ഇന്ന് ഫ്രൈഡേ. അപ്പം രാത്രിയാവും എത്താൻ. അപ്പോൾ ഞങ്ങളിനി അപ്പയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. അങ്ങനെ ഫൈനലി അപ്പയും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.